ദിവസമായാലും ഒരു വ്ളോഗ് കണ്ടിട്ട്. ഇന്ന് നമുക്കൊരു വ്ളോഗ് ഉണ്ട് കാണാം. ഷോപ്പിംഗ് വ്ളോഗ് എന്നൊക്കെ പറയാ വേണമെങ്കിൽ. ഇതല്ല ഷോപ്പിംഗ്. അല്ലേലും ഇപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടാനാ? ഇവിടുന്ന് കിട്ടണ സാധനം മേടിക്കാനല്ലേ വന്നിട്ടുണ്ട്. അതെന്തേലൊക്കെ ആവട്ടെ. പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതിന്റെ കോളേജാണ്, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സും ആണ്. ഇന്ന് ഹോൾ ടിക്കറ്റ് കൊടുക്കൽ ചടങ്ങാണ്. 2 മാസത്തെയും 10 ദിവസത്തെയും വെക്കേഷന് ശേഷം വീണ്ടും കോളേജ്. ഇതാണ് ഞങ്ങളുടെ സ്വർഗം. അങ്ങനൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അങ്ങനല്ല. അതൊക്കെ മേടിക്കില്ലപ്പോ ഞങ്ങള് വേഗം അവിടെ നിന്ന് ഇറങ്ങി. നല്ല ദാഹമുള്ള കാരണം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടുന്ന് നേരെ വിട്ട് വിദ്യക്ക്. പോക്കൊക്കെ കണ്ടാ വിചാരിക്കും ഫുഡ് കഴിക്കാനുള്ള പോക്ക്. പക്ഷെ അതിനല്ല, ഫുഡ് കഴിക്കാനല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോണത്. സംഭവം വിദ്യാലോകം നമ്മളെ കോളേജിന്റെ അടുത്താണെങ്കിൽ ഇന്നപ്പൊ ഒന്ന് പോയി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി ഇതൊരു ലോകം തന്നെയാണ്. ഒരു വിന്റേജ് ലോകത്തേക്ക് എത്തിയ പോലെ തോന്നി. പോരാത്തതിന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ആംബിയൻസ്. മതിയല്ലോ, ഞങ്ങൾക്ക് മതിയല്ലോ. അങ്ങനെ വൈകാതെ ഫോട്ടോ എടുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ടോക്കൺ നമ്പർ 1, ടോക്കൺ നമ്പർ 2 പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് എടുത്തു. എനിക്ക് തോന്നുന്നു ഇവിടെ നൈറ്റ് ആണ് കൂടുതലും കസ്റ്റമേഴ്സ് ഉള്ളത്. അങ്ങനെ ഓരോ സ്ഥലം കാണുമ്പോഴും അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഞങ്ങളെ പിടിച്ച് പുറത്താക്കും. അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു. ഞാൻ നേരെ പോയത് എടപ്പാൾക്ക്. എനിക്കൊരു ഹാമ്പറിന്റെ വർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോയത്. ഫസ്റ്റ് ഞാൻ പോയത് ബ്യൂട്ടിക്കാണ്. ഫേസ് വാഷ് മേടിക്കണ്ടേ. അവിടുത്തെ ചേച്ചിന്റെ എന്റെ ഫേസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു ഫേസ് വാഷും തന്നെ. കോസ്മെറ്റിക്സ് ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും അവിടെ ഇല്ലാത്തൊരു സാധനം. ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് കിട്ടുന്ന ക്ഷമയില്ലാത്ത കാരണം ഞാൻ എപ്പോഴും അവിടെ തന്നെയാണ് സാധനങ്ങൾ എടുക്കുക. പിന്നെ ഞാൻ നേരെ വിട്ട് നെസ്റ്റോക്ക്. ഇനിയാണ് കലാപരിപാടികൾ. ഇവിടുന്നാണ് മെയിൻ സാധനങ്ങൾ എടുക്കാനുള്ളത്. വേറെ ഒന്നല്ല, ചോക്ലേറ്റ്സ് തന്നെയാണ്. ഒരു എൻഗേജ്മെന്റ് ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇപ്പൊ എടുക്കുന്നത്. ഇതാണ് മെയിൻ ഐറ്റം. 3 ബോക്സ് ഫെററോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിസ്ത, ആൽമണ്ട്സ്, കാഷ്യൂ അതും എടുത്ത് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു. നോട്ട് ദ പോയിന്റ്, ഇതൊന്നും എനിക്ക് കഴിക്കാനുള്ളതല്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ കണ്ടാൽ കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ. ചോക്ലേറ്റ്സിലേക്ക് ബ്യൂണോ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പൊ അത് മാത്രമേ ഞാൻ എക്സ്ട്രാ മേടിക്കും. പിന്നെ നമ്മുടെ ഡെസ്കിന്റെ സൈഡിൽ വെക്കാൻ ഇതുപോലെ ഒരു ഓർഗനൈസർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കാണുന്ന 3 ഐറ്റംസ് ആണ് ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തത്. ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഞാൻ ആ ട്രേ ഒക്കെ ഒഴിവാക്കി. 4000 സംതിങ് അവിടെ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ട്രേയും പിന്നെ ബ്രഷ് പെൻസും ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ട് നേരെ വിട്ട് വണ്ടിയിൽ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് സാധനങ്ങൾ മേടിക്കാണ്ട്. ഇതൊക്കെ വണ്ടിയിൽ വെച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു കാർ എടുക്കാനായിട്ട്. അല്ല എന്തെങ്കിലുമൊക്കെ നടക്കുന്നു വിചാരിക്കും. അപ്പൊ ഫസ്റ്റ് ക്രാഫ്റ്റ് വെയറിൽ പോയിട്ട് ഹാമ്പറിലേക്ക് വെക്കാനുള്ള ഫ്ലവേഴ്സ് ഒക്കെയാണ് എടുത്തത്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എടപ്പാളിൽ. ഞാൻ ഹാമ്പേഴ്സിക്ക് ആവശ്യമുള്ള ട്രേയും ബോക്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ വേറൊരു ഷോപ്പായ ബേക്കറിക്ക് പോയി. ആ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എടപ്പാളിന് പട്ടാമ്പി റോഡ്. ഇതിന്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ. ഓൾറെഡി നെസ്റ്റോളിന് ഒരു കവർ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് എനിക്ക് എക്സ്ട്രാ 4 കവറാണ് തന്നത്. ഇതൊക്കെ കൂടിയിട്ട് ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കാൻ? 2 കവർ ഞാൻ ഇവിടെ ഹാങ് ചെയ്തിട്ട് പിന്നെ 2 കവർ ഞാൻ ഉമ്മയുടെ കയ്യിൽ. പിന്നെ വീഡിയോക്ക് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.